പെട്ടെന്ന് വയ്ക്കാൻ പറ്റിയ തനി നാടൻ ചിക്കൻ റെസിപ്പി കണ്ടാലോ? ആവശ്യത്തിന് സവോള, കുഞ്ഞുള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, കൂടാതെ ഉപ്പ്, കടുക്, വെളിച്ചെണ്ണ, കരിവേപ്പില, നന്നായിട്ട് വാഷ് ചെയ്ത ചിക്കൻ. പാന് ചൂടാകുമ്പോൾ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിക്കാം. അതൊന്ന് ചൂടാകുമ്പോൾ കടുകിടാം. കടുക് പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് കരിവേപ്പില ഇടാം. ഇത്ര വിശദീകരിക്കേണ്ടതില്ലല്ലോ, സാധാരണ രീതിയിൽ നമുക്ക് താളിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം, ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലാകുന്നത് വരെ. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയും സവോളയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ കുഞ്ഞുള്ളിക്ക് ചെറുതായിട്ടൊരു കളർ ചേഞ്ച് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ പിങ്കിഷ് കളറ് നന്നായിട്ടൊന്ന് ലൈറ്റ് ആകുന്നത് വരെ വഴറ്റാം. കുഞ്ഞുള്ളിയുടെ കളറൊക്കെ മാറി കുക്കായെന്ന് അറിയുമ്പോഴത്തേക്കും അതിലേക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന എല്ലാ പൊടികളും ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇത്രയും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. മസാല മൊത്തത്തിലൊന്ന് സെറ്റാകുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സെറ്റാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനിൽ മസാല നന്നായിട്ട് സെറ്റാകുമ്പോൾ അടച്ചു വെച്ച് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യാം. ശേഷം ചിക്കൻ കുക്കാവാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ആഹാ, അടപ്പൊന്ന് തുറക്കുമ്പോൾ എന്താ മണം, എന്താ സ്വാദ്, കാണുമ്പോൾ തന്നെ കഴിക്കാനായിട്ട് തോന്നും. അങ്ങനെ വിത്തിൻ മിനിറ്റ്സ് നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്തെളുപ്പമല്ലേ ചിക്കൻ കറിയൊക്കെ വയ്ക്കാൻ. ഈ ഒരു റെസിപ്പി എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്